അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് കണ്ടില്ലേ മഞ്ഞിൻ്റെ കളിയാട്ടോ. ഇതൊരു 6 മണി ആകുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോഴേക്ക് എനിക്കിന്ന് നല്ല ആതിരയൊക്കെ നടക്കാൻ പോവുകയാണേ. ആതിര ആദിക്കുട്ടനും കൂടി കുറച്ച് നേരം നടന്നിട്ട് ഇങ്ങോട്ട് പോരും. പിന്നെ എനിക്കിന്ന് നല്ലൊരു പണിയാണ് എൻ്റെ മോട്ടൻ തന്നത്. രാവിലെ തന്നെ 5 മണിക്ക് എണീറ്റിട്ട് മൂപ്പര് 5 മണിയാകുമ്പോൾ എണീറ്റ് എന്നോട് പറഞ്ഞു, ഒരു 5:30 ആയപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഗീത ഈ ഒന്ന് എണ്ണീക്ക് നമുക്ക് പിന്നെ അടുപ്പുണ്ടാക്കുക, ഈ ഒരു 2 വട്ടം മണ്ണ് എൻ്റെ തലയിലേക്ക് പിടിച്ചുകൊണ്ട് ആ തോട്ടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ദേഷ്യം പിടിച്ച് ഞാൻ പറഞ്ഞു, ഈ സമയത്ത് നിങ്ങളിങ്ങനെ മണ്ണ് വരാം, ഇപ്പം തന്നെ പണി തുടങ്ങണം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈയല്ലേ പറഞ്ഞാൽ എനിക്ക് അടുപ്പ് വേണമെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞു. എന്താ ചെയ്യുക. അങ്ങനെ ഇത് ഞങ്ങളെ വീടിൻ്റെ താഴത്തുള്ള തോടാട്ടോ. ഈ തോട്ടിൽ നിന്നാണ് ഞങ്ങൾ വെള്ളമൊക്കെ ഉള്ളപ്പം അലക്കലും കുളിയൊക്കെ കേട്ടോ. നല്ലോണം വെള്ളം വരും കേട്ടോ, നന്നായിട്ട് വെള്ളം വരും. ഇപ്പോൾ ഇതിങ്ങനെ കിടക്കുന്ന ഇപ്പം ഇങ്ങനെ ആയിട്ടാണ്. കുറച്ച് കഴിഞ്ഞാൽ മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയ മോട്ടറിന് ഇവിടെയൊക്കെ വൃത്തിയാക്കും. എന്നിട്ട് അലക്കാനുള്ള കല്ലൊക്കെ പിടിച്ചിട്ട് നന്നാക്കി നല്ല വൃത്തിയിലാക്കി തരും കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ഇറങ്ങിപ്പോന്നു, പാവല്ലേ വെച്ചിട്ട് ഇറങ്ങിപ്പോന്നു. ഞാൻ അതൊക്കെ കൊണ്ടിടാൻ കൂടി കൊടുത്തു. ഒരു 4 കൊട്ടയൊക്കെ കൊണ്ടിട്ടുള്ളൂ. പിന്നെ മൂപ്പര് തന്നെ കേട്ടോ ചെയ്തത്. ഇതാണ് കേട്ടോ അടുപ്പ്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ അടുക്കള ചെറിയ അടുക്കളയാണ്. അപ്പോൾ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ എനിക്ക് അവിടെ അടുപ്പ് കത്തിക്കാൻ ഭയങ്കര മടി. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു, വിറകുവരയിലാകുമ്പോൾ വിറകെടുക്കാനും എല്ലാത്തിനും സുഖമാണ്. പിന്നെ എപ്പോഴെങ്കിലും വലിയ എന്തെങ്കിലും പരിപാടികളൊക്കെ വരുമ്പോൾ നമുക്കിവിടെ അടുപ്പ് കത്തിക്കാമല്ലോ. പിന്നെ അടുക്കളയിൽ പുകയാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അപ്പോൾ മൂപ്പർക്ക് തോന്നിയ സമയമാണ് ഇത്, ഈ രാവിലെ നേരം വിളിക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനത്തെ ഓരോ പണിക്കൊക്കെ നട്ടപ്പാതിര വരെ ചിലപ്പോൾ 11 മണി വരെ പണി ഉണ്ടാവും കേട്ടോ. കൂട്ടത്തിലൊരാളിങ്ങനെ വർത്തമാനം പറയാൻ നിൽക്കണമെന്നേ ഉള്ളൂ. അങ്ങനെ പിന്നെ നമ്മുടെ ഡോണാപ്പിയാണ് ഇങ്ങനെ അവളെ അഴിച്ചു വിടേണ്ട സമയമായപ്പോഴേക്ക് കരയാൻ തുടങ്ങി. ഈ മതിലൊക്കെ കണ്ടില്ലേ, ഈ അലക്ക് കല്ല്, ഇതൊക്കെ ഇവിടെ വലിയൊരു പാറയായിരുന്നേ. ഈ പാറേൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്തിട്ട് മോട്ടനുണ്ടാക്കിയ ഈ സ്റ്റെപ്പുകളും കോഴിക്കൂട്, പിന്നെ അപ്പുറത്തെ വശം കോഴിക്കൂടാണ് കേട്ടോ. പിന്നെ ഈ മതിൽ കെട്ടുന്നതൊക്കെ ഇങ്ങനെയുള്ള പണികളൊക്കെ മൂപ്പര് തന്നെയാണ് കേട്ടോ ചെയ്യുക. ആ പറഞ്ഞ മാതിരി ആരെങ്കിലും കഥ കേൾക്കാൻ ആൾ വേണോ, അല്ലെങ്കിൽ പിന്നെ എന്തൊരു കയ്യാളായിട്ട് ആരെങ്കിലും ഒന്ന് വേണമല്ലോ, അങ്ങനെ നിന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഒക്കെ ചെയ്തോളും. ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെയൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞതാ അടുക്കള കയറി. അപ്പോഴേക്കും ആതിര ദോശയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ പൈനാപ്പിൾ വാങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ അത് മുറിച്ച് വെച്ചതായിരുന്നു. അപ്പം വലിയ മധുരമില്ല നോക്കുമ്പോൾ, പച്ചയ്ക്ക് തിന്നാൻ നോക്കുമ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെടുത്തിട്ട് പച്ചടി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പണിയാണ് കേട്ടോ. എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്, എന്നാലും ഞാൻ എൻ്റെ രീതിയിലുള്ള ഒരു ഇത് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ പച്ചടി ഒരു ചെറിയൊരു മുറി ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട്, എല്ലാവരും 3/4 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതും കൂടി ഒഴിച്ചിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചു. പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ടാണ് കേട്ടോ. അപ്പം മുളക് പൊടി ചിലർ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് വയ്ക്കുന്നതാണ്. പിന്നെ ചിലർ, ഞാൻ പച്ചമുളക് തേങ്ങേൻ്റെ അപ്പുറം പച്ചമുളക് അരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ തേങ്ങയും അതിൻ്റെ അകത്ത് ഒരു പച്ചമുളകും ഇട്ടു, ഒത്തിരി തേങ്ങ ഇട്ടു, പിന്നെ ഇത്തിരി കടുകും ഇട്ടു. എന്നിട്ട് ആ തൈര് ഒഴിച്ചിട്ടാണ് കേട്ടോ അരച്ചത്. ആ തൈര് ഒഴിച്ച് അരച്ചെടുത്തിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളമല്ലേ പറ്റുള്ളൂ. ഇത് കുറച്ച് കഴിയുമ്പോഴേക്ക് പറ്റും, പിന്നെ തണുക്കുമ്പോഴേക്കൊന്ന് കുറുകി വരുമല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഇട്ട് കഴിഞ്ഞ് പിന്നെ നമ്മളെ മോര് അതിൻ്റെ അകത്ത് ഒഴിച്ചു. അത്യാവശ്യം നല്ല പുളിയുള്ളതാണ്, എന്നാലും വലിയ പുളിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞു നമ്മൾ താളിക്കുകയാണേ. താളിപ്പ് അറിയാലോ, കടുക്, വറ്റൽമുളക്, പിന്നെ അതിൻ്റെ അകത്ത് ഈ കരുവേപ്പിൻ്റെ ഇലയിട്ട് ചട്ടിയിലിട്ട് വറവിട്ടു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.